ഹലോ നമസ്കാരം. എല്ലാവർക്കും ഇഫെക്സ് ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പുതിയ വേർഷൻ, അതായത് 3.10.4 എന്നുള്ള വേർഷൻ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു ടോപ്പിക്കൊന്നുമല്ല, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കാരണം നമുക്കറിയാം പൈത്തൺ അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. മീൻസ് അതൊരു സോഫ്റ്റ്വെയർ ലാംഗ്വേജാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അതിൽ കൂടുതലായിട്ടുള്ള ടൈമോ സിസ്റ്റം കൂടുതൽ കപ്പാസിറ്റി ഒന്നും ആവശ്യമില്ല. ഓക്കെ, മാത്രമല്ല ഞാൻ പൈത്തൻ്റെ പഴയൊരു വേർഷൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് റിലീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും 3.10.4 അതിൻ്റെ ആ ഒരു വേർഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യുന്നത് സാധാരണയായിട്ട് നമുക്ക് പൈത്തൺ ഇൻസ്റ്റാളേഷൻ പുതിയ വേർഷൻസ്, നമ്മുടെ ഓൾഡർ വേർഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ബട്ട് ഇവിടെ എനിക്ക് പഴയ വേർഷൻ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ സിസ്റ്റത്തിലുണ്ട്. പക്ഷേ അത് എന്താണ്, അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. എന്തോ സിസ്റ്റത്തിൻ്റെ ഇഷ്യൂ, പൈത്തൻ്റെ ലൈബ്രറിയിൽ വന്ന എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നറിയില്ല. എന്തായാലും അപ്ഗ്രേഡിങ് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പഴയ വേർഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ പുതിയ വേർഷൻ 3.10 അതിൻ്റെ ഫോർത്ത് റിലീസ് അത് എങ്ങനെ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ വെബ്സൈറ്റിൽ ഒന്നുകിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പൈത്തൺ ORGൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡൗൺലോഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ രണ്ട് രീതികളിലാണ് നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നിലവിലുള്ള വേർഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെസ്ക്ടോപ്പ് എടുക്കാം. ഡെസ്ക്ടോപ്പ് എടുത്തതിന് ശേഷം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ്, ആഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സെർച്ച് ദിസ് ലിസ്റ്റ്, ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ ടൈപ്പ് ചെയ്യാം. പൈത്തൺ, ഇപ്പോൾ പൈത്തണിൻ്റെ ഇപ്പോൾ നിലവിൽ എൻ്റെ സിസ്റ്റത്തിലുള്ള വേർഷൻ 3.10.2 എന്നുള്ള വേർഷനാണ്. അപ്പോൾ ആ ഒരു വേർഷനും അതുപോലെ തന്നെ പൈത്തൺ ലോഞ്ചർ, ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഇവിടുന്ന് തൽക്കാലം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അതിനുശേഷമാണ് ഞാൻ 3.10.4 വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നിലവിലുള്ള വേർഷൻ ഒന്ന് ഒഴിവാക്കാം. സോ പൈത്തൺ 3.10.2 എന്നുള്ള വേർഷൻ സെലക്ട് ചെയ്യുക. ഒന്ന് അൺഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെക്യൂരിറ്റി ഓപ്ഷൻ ചോദിക്കും, അതിൽ യെസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അൺഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ അൺഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ അത് മുഴുവനായിട്ട് റിമൂവ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമുക്ക് ഡൗൺലോഡിങ്ങിലേക്കും അതുപോലെ തന്നെ പൈത്തൺ ലോഞ്ചർ കൂടെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ക്ലോസ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് പൈത്തൺ ലോഞ്ചർ നമുക്ക് ഒന്ന് ഒഴിവാക്കാം. സോ പൈത്തൺ ലോഞ്ചർ സെലക്ട് ചെയ്യുക, അൺഇൻസ്റ്റാൾ, വീണ്ടും അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അൺഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അവിടെ വീണ്ടും നമ്മുടെ നേരത്തെ നമ്മൾ യൂസർ കൺട്രോൾ ആക്സസ് ചോദിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ യെസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ട്
കണ്ടന്റുകളും നമുക്ക് അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തതിന് ശേഷം ബ്രൗസർ ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് പൈത്തൺ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. പൈത്തൺ ഡൗൺലോഡ്. ഇവിടെ സജഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പൈത്തൺ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്യാനുള്ള നമ്മുടെ സൈറ്റിന്റെ പേരാണ് ആദ്യം വന്നിരിക്കുന്നത്. ഡൗൺലോഡ് പൈത്തൺ www.python.org. അപ്പോൾ ഈ ലിങ്കിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈത്തണിൻ്റെ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വേർഷനാണ് ഇവിടെ കാണിക്കുക. ഡൗൺലോഡ് പൈത്തൺ 3.10.4. അപ്പോൾ 3.10.4 യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുക. പക്ഷേ എന്താ പറയുക, പഴയ റിലീസുകളിലാണ് കൂടുതൽ ലൈബ്രറികളും കാര്യങ്ങളൊക്കെ. നമുക്കറിയാം പൈത്തൺ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ്, സാധാരണ എന്താ പറയുക, വെബ് പ്രോഗ്രാമിങ്ങിന് മാത്രമല്ല പല ഡൊമൈനുകളിലേക്കും നമുക്ക് പൈത്തൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഡൊമൈനുകളിലേക്കും എല്ലാ ഏരിയകളിലേക്കും ഉള്ള ലൈബ്രറികൾ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഴയ വേർഷൻ, സപ്പോസ് ഇപ്പോൾ 3.9 അങ്ങനെയുള്ള വേർഷൻസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഗുണം ചെയ്യുന്നത്. ഓക്കെ, മറ്റ് സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പൈത്തൺ 3.10.4 അത് സ്യൂട്ടബിൾ ആയിരിക്കും. അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് മിക്കവാറും പ്രോഗ്രാമേഴ്സൊക്കെ പറയുന്നത് കുറച്ചുകൂടി പഴയ റിലീസസ്, കാരണം അതിൽ ലൈബ്രറികൾ ഒരുപാട് രീതിയിലുള്ള ലൈബ്രറികളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറികളും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പുതിയ വേർഷൻസ് ആകുമ്പോൾ അത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് എന്താ പറയുക ലൈബ്രറികൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പഴയ ലൈബ്രറികളൊക്കെ 10.4 എന്നുള്ള, അതായത് 3.10.4 എന്നുള്ള വേർഷനിലേക്ക് പെട്ടെന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി പഴയ, അതായത് 3.9 അങ്ങനെയുള്ള വേർഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡെവലപ്പേഴ്സിനെ കുറച്ചുകൂടി ഗുണം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും ലേറ്റസ്റ്റ് വേർഷനാണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേർഷൻ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പഴയ വേർഷൻസ് നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ താഴോട്ട് ജസ്റ്റ് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിലീസസ് വേർഷൻസ് കാണാൻ പറ്റും. കണ്ടില്ലേ, 3.10, 3.9 ഇതൊക്കെയാണ് ഇതിൻ്റെ പഴയ വേർഷൻസ്. നമുക്ക് റിലീസുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് റിലീസ് ഒരു ടൈറ്റിലോട് കൂടി നമുക്ക് കുറച്ച് വേർഷൻ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ 3.10.4ൻ്റെ വേർഷനാണ് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് 3.9 12th റിലീസ്, അതുപോലെ തന്നെ 11th റിലീസ്, അങ്ങനെ ഏതെങ്കിലും ആണ് വേണ്ടതെങ്കിൽ ഇതിന് കണക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 3.9.12 ആണെങ്കിൽ ഈ ലിങ്കിൽ നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലീസായിരിക്കും നമുക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളേതായാലും ലേറ്റസ്റ്റ് വേർഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഡൗൺലോഡ് പൈത്തൺ 3.10.4 ആ ഒരു വേർഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ആവുന്ന സ്റ്റെപ്പ് താഴെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഏകദേശം 27.2 ആണ് നമുക്ക് അതിൻ്റെ സൈസായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓപ്പൺ കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ വിസാർഡ് വന്നിട്ടുണ്ട്. അതിൽ ഈ താഴെ കാണുന്ന ഭാഗം ആഡ് പൈത്തൺ 10 to പാത്ത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാളേഷൻ്റെ ലൈബ്രറികൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് മതിയെങ്കിൽ കസ്റ്റമൈസേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, കാരണം ഫുൾ പാക്കേജ് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇൻസ്റ്റാൾ നൗ. വീണ്ടും സെക്യൂരിറ്റി ചോദിക്കും, യൂസർ കൺട്രോൾ ആക്സസ് യെസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 3.10.4 വേർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈത്തൺ ലേറ്റസ്റ്റ് വേർഷൻ്റെ
ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവൈലബിൾ ആണോ, നമ്മുടെ പ്രോഗ്രാംസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇൻസ്റ്റാളേഷൻ മാത്രമല്ല, നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ നമുക്ക് പെർഫെക്റ്റ് ആയി എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നിലവിൽ ക്ലോസ് കൊടുക്കുക. നമുക്കൊന്ന് ആഡ് ഓർ റിമൂവ് പ്രോഗ്രാമിൽ ഒന്നുകൂടെ പോയി നോക്കാം. സോ സെർച്ചിൽ ആഡ് എന്ന് കൊടുക്കുക, ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ്. സെർച്ച് ദിസ് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് py കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ നിലവിലുള്ള വേർഷൻ 3.10.4 അതുപോലെ തന്നെ പൈത്തൺ ലോഞ്ചർ രണ്ട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ചിങ്ങിൽ പൈത്തോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ py എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഐഡിയലാണ് കാണിക്കുന്നത്. ഓക്കെ, പൈത്തൻ്റെ കമാൻഡർ ആയിട്ടുള്ള ഐഡിയലാണ് കാണിക്കുന്നത്. ഐഡിയയിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കമാൻഡ് ഒന്ന് പാസ് ചെയ്ത് നോക്കാം. ഐഡിയയിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഐഡിയയിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യം പൈത്തൻ്റെ വേർഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? പൈത്തൺ 3.10.4 എന്നുള്ള വേർഷൻ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു ചെറിയൊരു മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. പ്രിൻ്റ് ബ്രാക്കറ്റിൽ ഡബിൾ കൊട്ടേഷനിൽ വെൽക്കം ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സെമിക്കോണിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം. ഉണ്ടല്ലേ, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെൽക്കം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഐഡിയയിൽ ഇവിടെ തൽക്കാലം ഐഡിയയിൽ അല്ലെങ്കിൽ പൈത്തൻ്റെ ഷെല്ല് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കൊരു എഡിറ്റർ എടുത്തിട്ട് അവിടെ നമ്മുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എഡിറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ളൊരു എഡിറ്ററാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അത് വർക്കിംഗ് ആണെന്ന് നോക്കാം. ഓക്കെ, സോ VIS ഞാൻ ഓൾറെഡി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ന്യൂ ഫയൽ, ഇവിടെ പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യാം. ഓക്കെ, പൈത്തൺ ഫയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിന്റ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൊടുക്കാം. പ്രിന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, വെൽക്കം. സേവ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. ഫയലിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് മൈ പൈത്തോൺ. ഓക്കെ, മൈ പൈത്തോൺ എന്ന് കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യാം. ഇത് സേവ് ആയിട്ടുണ്ട്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ വിത്തൗട്ട് ഡിബഗിങ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയുടെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ റൺ വിത്തൗട്ട് ഡിബഗിങ്. ഓക്കെ, താഴെ ടെർമിനൽ വന്നിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് വെൽക്കം എന്നുള്ള മെസ്സേജ് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽക്കം എന്നുള്ള മെസ്സേജാണ് അവിടെ കൊടുത്തത്. അപ്പോൾ വെൽക്കം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു മെസ്സേജ് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾഡ് ആണ് എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പൈത്തൻ്റെ പുതിയ ഒരു വേർഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, നോർമലായിട്ട് നമുക്ക് പഴയ വേർഷൻ അവൈലബിൾ ആണെങ്കിൽ അപ്ഗ്രേഡിംഗ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് നേരത്തെ വേർഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് അപ്ഗ്രേഡിംഗ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് പഴയ വേർഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയ വേർഷനിലേക്ക് മാറിയത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ IT ഫീൽഡിലും പൈത്തൺ പഠിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക്, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടുതൽ വീഡിയോസിനും അതുപോലുള്ള അപ്ഡേറ്റ്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.